ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് എടുക്കുക, പിന്നെ ഒരു ചെറിയ പീസ് കായം, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് പച്ചക്കറികൾക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ, കായ, ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി. ഇനി ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ആ തുവരപ്പരിപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായി തിളപ്പിക്കുക. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക 2 ടീസ്പൂൺ. അതിലേക്ക് വെണ്ടയ്ക്ക 7 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി വഴുതനങ്ങ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതും കൂടെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തക്കാളി, 2 വലിയ സൈസ് പച്ചമുളക്, പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി സ്ക്വീസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് തിളയ്ക്കാൻ വിടാം. ഇനി സൈഡിൽ നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കണം. അതിന് വേണ്ടി എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉഴുന്ന് പരിപ്പും ഉലുവയും ആഡ് ചെയ്യുക. കൂടെ തേങ്ങ, പിന്നെ ഒരു 2 ചെറിയുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. ഇനി മസാലകൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇടുക. എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇനി ചേർക്കേണ്ടത് കായം 1 ടേബിൾ സ്പൂണാണ്. അതും കൂടി ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കാം. എന്നിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ അരപ്പും കൂടെ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് നന്നായി വെട്ടി തിളയ്ക്കാൻ വയ്ക്കണം. സ്പൈസ് ലെവലൊക്കെ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി കടുക് വറക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ആവശ്യത്തിന് എടുക്കുക. പച്ചൻ മുളക് എടുക്കുക. ഇവിടെ ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് അങ്ങനെ അത് കറിയുടെ മുകളിലേക്ക് തട്ടിക്കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്